സമൂഹ മാധ്യമങ്ങളിലൂടെ ഭരണഘടനാ സ്ഥാപനങ്ങളെ അപമാനിക്കുന്നതിനെതിരെ നടപടി കടുപ്പിച്ച് ഡൽഹി പോലീസ്. നിരവധി എക്സ് പോസ്റ്റുകൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ നീക്കം. പോസ്റ്റുകൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പോലീസ് നോട്ടീസ് നൽകിയതിൽ മാധ്യമ സ്ഥാപനങ്ങളും ഉണ്ട് എന്നതാണ് വിവരം. പ്രധാനമന്ത്രി ആക്ഷേപിക്കുക, ഈ രാജ്യത്തിന്റെ ഭരണഘടനാ സ്ഥാപനങ്ങളെ അധിക്ഷേപിക്കുക, ഇന്ത്യൻ സൈന്യത്തെ അധിക്ഷേപിക്കുക, സുപ്രീം കോടതിയെ വെല്ലുവിളിക്കുക. നിങ്ങൾ എന്താ വിചാരിച്ചത് ഇത് ബനാന റിപ്പബ്ലിക് ആണെന്നോ? ഉറപ്പായും നിങ്ങൾക്ക് നോട്ടീസ് വരും, കോടതി കയറി ഇറങ്ങും, ചിലപ്പം ജീവിതം കട്ടപ്പുകയാവുകയും ചെയ്യും. മര്യാദയ്ക്ക് നടക്കണമെന്നേ. വാർത്തയിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ മോശം പരാമർശം നടത്തിയവർക്കെതിരെയും ഡൽഹി പോലീസ് നടപടി തുടങ്ങി. നിരവധി എക്സ് പോസ്റ്റുകൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടികളിലേക്ക് കടന്നത്. ഭരണഘടനാ സ്ഥാപനങ്ങളെ അടക്കം അപമാനിക്കുന്ന പരാമർശങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നതായി പോലീസ് കണ്ടെത്തിയിരുന്നു. എക്സ് അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്നവർക്ക് പോലീസ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. എക്സിൽ നിന്നും ഈ അക്കൗണ്ടുകളുടെ വിവരശേഖരണം നടത്തിയ ശേഷമാണ് പോലീസ് നോട്ടീസ് നൽകിയത്. പ്രധാനമന്ത്രിക്കും സേനാ വിഭാഗങ്ങൾക്കുമെതിരെ തുടർച്ചയായി മോശം പദപ്രയോഗങ്ങൾ നടത്തുന്ന സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ നിരീക്ഷിച്ച ശേഷമാണ് ഡൽഹി പോലീസ് നടപടിയിലേക്ക് കടന്നത്. ജൂലൈ 20 കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയ പാർലമെന്റ് മാർച്ചുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമന്ത്രിക്കും ഭരണഘടനാ സ്ഥാപനങ്ങൾക്കും സുരക്ഷാ സേനകൾക്കുമെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാജ വീഡിയോകളടക്കം ഉപയോഗിച്ച് പ്രചാരണം നടന്നത്. മോശം പദപ്രയോഗങ്ങളുള്ള വീഡിയോ നീക്കം ചെയ്യാനും ഡൽഹി പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജനം, ഡൽഹി.